Hello guys, welcome back with our new video. അപ്പോൾ ഇപ്പം ഞാനുള്ളത് പെരിന്തൽമണ്ണയാണ്. പെരിന്തൽമണ്ണ ഞങ്ങൾ ഇന്നലെ രാത്രി ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ. പക്ഷേ പെട്ടെന്ന് ഒരു ഹരിബറി ആയതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ഞങ്ങളുള്ളത് ഇവിടെ ഹോസ്റ്റലാണ് കേട്ടോ. ഞാൻ മാത്രമല്ല, എൻ്റെ ഫ്രണ്ടും ഉണ്ട്, അപർണേനെ നിങ്ങളെൻ്റെ കുറച്ച് മുന്നത്തെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പം ഞങ്ങളിവിടെ എന്തിനാണ് വന്നതെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഒരു 20 ഡേയ്സിൻ്റെ ബ്രൈഡൽ മേക്കപ്പ് കോഴ്സ് പഠിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഇവിടെ ക്ലാൻഫോർഡ് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ജോയിൻ ചെയ്തത്. അപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങൾ ക്ലാസ്സിന് പോയിട്ടുണ്ടായി കേട്ടോ. 10 to 5 മണി വരെയാണ് ക്ലാസ്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ക്ലാസ് കഴിഞ്ഞിട്ട് ഇവിടെ ഹോസ്റ്റലിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം വീട്ടിൽ നിന്ന് ഒരു 5 മണി 5:30 ആ ടൈമിലൊക്കെയാണ് കേട്ടോ ഇറങ്ങിയത്. അപ്പോൾ ഇവിടെ അപ്രോക്സിമേറ്റ്ലി എത്തിയപ്പോൾ ഒരു 7 മണി 7:30 ആ സമയമൊക്കെ ആയിട്ടുണ്ടായിട്ടോ. പിന്നെ ഞങ്ങളങ്ങനെ ഫുഡ് കഴിച്ച് അങ്ങനെ കിടന്നുറങ്ങി. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഒരു ഹോസ്റ്റൽ എക്സ്പീരിയൻസ് ഒക്കെ കേട്ടോ. ഞാനങ്ങനെ ഒന്നും വീട് വിട്ട് നിന്നിട്ടില്ല. ഞാൻ മാത്രമല്ല, അവരുടെ അങ്ങനെ വീടൊന്നും വിട്ട് നിന്നിട്ടില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു ഇന്നലെയൊക്കെ. കാരണം നമ്മളെന്തോ ഭയങ്കര ഒരു സഫോക്കേഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് കുഴപ്പമില്ല കേട്ടോ. ഇന്ന് രാവിലെയൊക്കെ എഴുന്നേറ്റ് നമ്മൾ ക്ലാൻഫോർഡ് അവിടെ കുറേ ഫ്രണ്ട്സിനെ കണ്ടപ്പോൾ ഇന്ന് ഓക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇപ്പം വീഡിയോ എടുക്കണേ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ ഇപ്പം ഞങ്ങൾ നിൽക്കുന്ന ഹോസ്റ്റലൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇവിടുത്തെ ഫുഡും കാര്യങ്ങളും ഒക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇപ്പം എന്തായാലും ഫുഡ് കഴിക്കാനായിട്ടില്ല. അപ്പോൾ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രഷ് ആയിട്ടൊക്കെ പോകാം അല്ലേ. ഞങ്ങൾ ഫ്രഷ് ആയിട്ടൊക്കെയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നത്. ഫുഡും നമ്മൾ ഈ ഹോസ്റ്റലിൽ തന്നെ പ്രൊവൈഡ് ചെയ്യും കേട്ടോ. മീൻസ് ഈ ഹോസ്റ്റലിൻ്റെ താഴെ ഹോട്ടലാണ്. അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് ഫുഡ് കിട്ടുക. അപ്പോൾ ഞാൻ അതൊക്കെ നിങ്ങളെ കാണിക്കാം, ഇവിടെ എന്തൊക്കെ ഫുഡാണുള്ളത് അങ്ങനെയൊക്കെ. പിന്നെ നാളെ ഞാൻ മോർണിംഗ് ക്ലാൻഫോർഡ് കാണിക്കാം കേട്ടോ. അതായത് നമ്മുടെ അക്കാഡമി, ഞങ്ങൾ പഠിക്കുന്ന സ്ഥലം കാണിച്ചു തരാം. അവിടെ എന്തൊക്കെയാണ് സംഭവങ്ങളെന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ അവിടെ ഒരു സെലിബ്രിറ്റിയാണ് നമുക്ക് ക്ലാസ് എടുക്കുന്നത്. നിങ്ങൾ മിക്കവരും കണ്ടിട്ടുണ്ടാകും. അപ്പോൾ എന്തായാലും ഞാൻ പറ്റുമെങ്കിൽ നാളെ അതും കൂടെ ഷൂട്ട് ചെയ്യാം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി പറഞ്ഞല്ലോ, 10 മണി തൊട്ടിട്ട് 5 മണി വരെയാണ് നമുക്ക് ക്ലാസ്സിൻ്റെ ടൈം. അപ്പോൾ പിന്നെ നമുക്ക് വീക്കിലി സൺഡേ ഓഫാണ് കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ വീട്ടിലേക്ക് പോകാം. ഞങ്ങൾ ചിലപ്പോൾ സാറ്റർഡേ ഈവനിങ് വീട്ടിലേക്ക് പോകാനൊക്കെ പ്ലാൻ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ലഗേജൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഞങ്ങൾ ഉള്ള ആ റൂമും ഏരിയയൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടൊക്കെ ഞാൻ നോക്കട്ടെ, പറ്റുമെങ്കിൽ ഇന്ന് തന്നെ ഞാൻ കാണിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നാളെ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ റൂം. അപ്പോൾ ഞങ്ങൾ 2 പേരേ ഉള്ളൂ ഇവിടെ. ഞങ്ങൾ 2 പേരും അവിടെ മാത്രമേ ഉള്ളൂ. പിന്നെ കണ്ടോ, ഇതിങ്ങനെയുള്ളത്. ഇതും ഒരു റൂമാണ്. പിന്നെ ഇത് റൂമാണ്. പിന്നെ ഇത് റൂമാണ് കേട്ടോ. ഇവിടെയൊക്കെ എങ്ങനെ കാണിച്ചു തരാം കണ്ടോ. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ റൂമൊക്കെ വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ റൂമിലും, അതുപോലെ ഈ റൂമിലും. പക്ഷേ ഞങ്ങൾക്കും അങ്ങനത്തെ റൂം അതിലും വേണമെങ്കിൽ നമുക്ക് നോക്കാം. പക്ഷേ ഞങ്ങൾക്ക് അതിൻ്റെ ഉള്ളിലാകുമ്പോൾ ഭയങ്കര ഒരു കൺജസ്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുക. കാരണം ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ തോന്നുന്നു ഭയങ്കര എന്തോ ഒരു പോലെ. പിന്നെ അതിൻ്റെ ഉള്ളിൽ 6 പേരൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തോ ഒരു പ്രൈവസി ഇല്ലാത്ത പോലെ. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇവിടെയാണ് ചൂസ് ചെയ്തത്. ഞങ്ങൾ അപ്പോൾ 2 കട്ടിലുണ്ടായിരുന്നു, അത് 2 സൈഡിലായിരുന്നു കേട്ടോ. അത് ഞങ്ങൾ കൂട്ടിയിട്ടിട്ട് അങ്ങനെയാണ് ഇന്നലെ രാത്രി ഉറങ്ങിയത്. ഓക്കെ, അപ്പോൾ ഇനി ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഞങ്ങൾ കുറച്ച് സ്നാക്സൊക്കെ വാങ്ങി സ്റ്റോക്ക് ചെയ്തതാണ് ഇവിടെ വന്നിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളിത് സ്നാക്ക് കഴിക്കാൻ പോവുകയാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഫ്രഷൊക്കെ ആയതിന് ശേഷം പോയിട്ട് ഡിന്നർ കഴിക്കണം. പിന്നെ നമ്മുടെ ഹോസ്റ്റലിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഹോസ്പിറ്റലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ റൂമിലത്തെ വിൻഡോ തുറന്നാലും കാണും. ഞാൻ കാണിച്ചു തരാം. കണ്ടിട്ട് നമ്മുടെ റൂമിലത്തെ വിൻഡോ തുറന്നാൽ കണ്ടോ, ഈ കാണുന്നത് ഹോസ്പിറ്റലാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഞങ്ങളിതാ കുളിച്ചു. ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. കുറച്ച് നേരം വൈകും. അപ്പോൾ ഫുഡ് മീതിയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നമുക്ക് ഫുഡ് വാങ്ങിയിട്ട് വരാം. വെള്ളം വേണ്ട അല്ലേ?
അപ്പോൾ ഇതായിരുന്നു കേട്ടോ രാത്രിത്തെ ഫുഡ്, പൊറോട്ടയും പിന്നെ ചിക്കൻ കറിയും. ഇത് നമുക്ക് അവിടെ നിന്ന് തന്നെ കഴിക്കാം. ഏറ്റവും ടെറസിൻ്റെ മീതെ അങ്ങനെ ഫുഡ് കഴിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട്. പക്ഷേ ഞങ്ങൾ റൂമിൽ വന്നിട്ടാണ് കേട്ടോ കഴിക്കൽ. പിന്നെ ഞങ്ങൾ വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ നല്ല ചിക്കൻ പൊക്കാടും മേടിച്ചിട്ടുണ്ടായി. അപ്പോൾ ഡിന്നർ കഴിക്കാം. ഹേയ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇനി ഞങ്ങൾ ക്ലാസ്സിന് പോകാൻ തുടങ്ങാം കേട്ടോ. അപ്പോൾ രാവിലെ എനിക്ക് കുളിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നീത പോകണം. അപ്പോൾ ഇന്നത്തെ എന്താ ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കുറച്ച് നേരം വൈകി, 10 മണിക്കാണ് ഞങ്ങളവിടെ എത്തേണ്ടത്. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം കേട്ടോ. ഓക്കെ, അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും ചമ്മന്തിയും സാമ്പാറും ആയിരുന്നു കേട്ടോ. അത് ഓരോ ദിവസം ഇങ്ങനെ മാറി മാറി വരും. പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്കുള്ള ഫുഡും ഇവിടെ നിന്ന് തന്നെ കൊണ്ടുപോവുക ചെയ്യാം കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് ഇങ്ങോട്ട് വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ നിന്ന് തന്നെ കൊണ്ടുപോകും. പിന്നെ ഇതാണ് കേട്ടോ ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന ഹോസ്റ്റല്. ഞങ്ങളുടെ അക്കാഡമിയുടെ അടുത്ത് തന്നെയാണ് കേട്ടോ ഈ ഒരു ഹോസ്റ്റലുള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോകാൻ ഭയങ്കര സുഖമാണ്. ഒരു 10 മിനിറ്റൊക്കെ നടക്കാനുള്ള ദൂരമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഏകദേശം ഞങ്ങളുടെ അക്കാഡമിയുടെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിതാ അക്കാഡമിയിൽ എത്തിയിട്ടുണ്ട്. ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റൊക്കെ ഹെയർ സെക്ഷൻസ് ഒക്കെയാണ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതാണ് ഞങ്ങളുടെ ക്ലാസ് റൂം. നല്ല അടിപൊളിയാണ് കാണാനൊക്കെ. പിന്നെ ഞങ്ങളല്ലാണ്ട് വേറെയും കുറേ പേരുണ്ട് കേട്ടോ അവിടെ പഠിക്കാൻ വേണ്ടി വന്നവരൊക്കെ. പിന്നെ ഞാൻ പറഞ്ഞിരുന്നില്ലേ ഒരു സെലിബ്രിറ്റിയാണ് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നതെന്ന്. വേറെ ആരുമല്ല, നമ്മുടെ മൗനരാഗം സീരിയലിലെ വിഷ്ണു വിജയൻ സാറാണ്. ആൾക്ക് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഭയങ്കര ടിക്ടോക്കും റീൽസൊക്കെ ചെയ്യുന്ന ഭയങ്കര പോപ്പുലറാണ്. ഓക്കെ, പിന്നെ ഇന്ന് ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നത് സ്ട്രൈറ്റനിങ്ങും ക്രിമ്പിങ്ങും കേളിങ്ങും ആണ്. അപ്പോൾ ഞാനിപ്പം ചെയ്യുന്നത് കേളിംഗ് ആണ് കേട്ടോ. ഓക്കെ, ആൻഡ് ഇതൊക്കെ അവിടെ പഠിക്കുന്നതാണ് കേട്ടോ. ഞങ്ങളുടെ ബാച്ചിലുള്ള ഇനിയും ആളുകളുണ്ട്. അപ്പോൾ ഓക്കെ, ഇവരെ മാത്രമേ എനിക്ക് കിട്ടിയിട്ടുണ്ടായുള്ളൂ. പിന്നെ ഇതൊരു ബേസിക് ആയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈൽ പഠിപ്പിച്ച് തന്നെയാണ്. നമ്മളെ കൊണ്ടുതന്നെ ചെയ്യിപ്പിക്കും കേട്ടോ. എന്ത് സാധനം അവർ പറഞ്ഞു തന്നാലും നമ്മളെ കൊണ്ടുതന്നെ ചെയ്യിപ്പിക്കും. അതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയാണ്. ആൻഡ് പിന്നെ ക്ലാസ് കഴിഞ്ഞു. 5 മണി വരെയാണ് ക്ലാസ്. അത് കഴിഞ്ഞ് ഞങ്ങളിത് ഇറങ്ങിയിട്ടു. ഇനി ഞങ്ങൾ ഇറങ്ങിയിട്ടാണ് ഞങ്ങൾ ഓരോ ദിവസം ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഞങ്ങൾ ഓരോരോ സ്ഥലങ്ങളായിട്ട് കണ്ടുപിടിക്കും. ചിലതൊക്കെ ഫ്ലോപ്പ് ആവും, ചിലതൊക്കെ കറക്റ്റായിരിക്കും. അങ്ങനെ കറക്റ്റായിട്ട് വന്നിട്ടുള്ളൊരു സ്ഥലമാണ് നെക്സ്റ്റ് ഹൈപ്പർ മാർക്കറ്റ്. നമ്മുടെ പെരിന്തൽമണ്ണയിൽ പുതിയതായിട്ട് തുടങ്ങിയതാണല്ലോ. അപ്പോൾ അങ്ങോട്ട് പോയി, പക്ഷെ ഭയങ്കര തിരക്കായിരുന്നു ഗൈസ്. ഞങ്ങൾ പോയി പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഒരു അവൽ മിൽക്ക് കഴിക്കാമെന്ന് വിചാരിച്ചു. ഭയങ്കര ടയേർഡായിട്ടുണ്ടായി. അപ്പോൾ നെസ്റ്റോൻ്റെ അടുത്ത് തന്നെ അവൽ മിൽക്കിൻ്റെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു, മൗസി പോയി അവൽ മിൽക്ക് കുടിച്ചു. ഞാനൊരു ടെൻഡർ കോക്കനട്ടിൻ്റെ നട്ട് അവൽ മിൽക്കും പിന്നെ അപർണ ഒരു നട്ട്സിൻ്റെ അവൽ മിൽക്കുമാണ് കഴിച്ചിട്ടുണ്ടായത് കേട്ടോ. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് വേണം ഇനി ഞങ്ങൾക്ക് ഹോസ്റ്റലിലേക്ക് പോകാൻ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ടാറ്റ, ബൈ.